ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അക്ബർ ഷിബിർ. നമ്മളിന്ന് ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ബോയ BY-MM1 ആണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് ഗൺ മൈക്കാണ്. ട്രാവൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മൈക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കുക വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വാച്ചും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ് എടുക്കാം. അത്യാവശ്യം വലിയ ബോക്സിലാണ് അത് പാക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രൊഡക്റ്റ് എന്തായാലും ഇത്രക്ക് വലിപ്പമൊന്നുമില്ല. എന്തായാലും ഒന്ന് ജസ്റ്റ് തുറന്നു നോക്കാം. ആമസോണിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്റ്റാണ്. എന്തായാലും ഒന്നും പറയാനില്ല. ഓക്കെ, ഒരു ഡാമേജും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ഹെയറിൻ്റെ ഒക്കെ ഒരു കവറിങ്ങായിട്ട് വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് തന്നെ അവർ പാക്ക് ചെയ്തിരിക്കണം. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ആവുന്നത് സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, DSLR, പിന്നെ അതുപോലെ ലാപ്ടോപ്പ്, അത് പിന്നെ വീഡിയോ ക്യാമറ, ഇതിനെല്ലാം ഈ ഒരു സംഭവം സ്യൂട്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാറ്ററി, അതായത് നമുക്ക് ബാറ്ററി സെപ്പറേറ്റ് അഡീഷണൽ ബാറ്ററിയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണ്ട. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ പോളാർ പാറ്റേൺ, കാർഡ്രോയിഡ്, പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസ്, സെൻസിറ്റിവിറ്റി, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, പ്ലഗ്, ഡയമെൻഷൻസ്, നെറ്റ് വെയ്റ്റ് 86 ഗ്രാമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ ജസ്റ്റ് കാണാൻ പറ്റും. പിന്നെ നമുക്കിതിൽ കാണുന്ന ഒരു സ്ക്രാച്ചായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഒരു സീരിയൽ നമ്പറാണെന്ന് പറഞ്ഞൊരു നമ്പറാണ് ബാർകോഡിൻ്റെ. ആ ഒരു നമ്പർ സ്ക്രാച്ച് ചെയ്താൽ അതിൽ നമ്പർ ഉണ്ടെങ്കിൽ നമുക്കിതൊരു ജെന്യൂനായിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് വിശ്വസിക്കാം. ഞാനതൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനൊരു കാര്യം പറഞ്ഞിരുന്നു. എനിക്കതിനെപ്പറ്റി വലിയ അറിവില്ല. ജെന്യൂനായിട്ടുള്ള പ്രോഡക്റ്റിന് ഈ ഒരു നമ്പർ ഉണ്ടാവുള്ളൂ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഒരു 250, ഏകദേശം 250 സംതിങ് രൂപ ഒരു ഡിഫറൻസ് കണ്ടുകൊണ്ടാണ് ഞാനിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത്. സെയിം പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ റേറ്റ് വരുന്നത് 250 രൂപ കൂടിയിട്ടാണ്. ഞാനിതിൽ വാങ്ങിയ പ്രൈസ് എനിക്ക് പറഞ്ഞുതരാം. 1388 രൂപക്കാണ് ഞാനിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഇത് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക്, ആമസോണിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റേറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഫ്ലിപ്കാർട്ടിൽ ഓഫറും കാര്യങ്ങളും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, റേറ്റ് കമ്പയർ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഏതിൽ നിന്നാണോ കംഫർട്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമുക്കതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളും, പിന്നെ ഇത് വാറൻറ്റി കാർഡാണ്. ഓക്കെ, വാറൻറ്റി കാർഡുണ്ട്. 1 year ആണ് വാറൻറ്റി. ഇത് നമ്മുടെ ബില്ലാണ്, നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ലാണ്. ഇത് നമ്മുടെ കാറ്റലോഗും കാര്യങ്ങളും. ഇത് നമുക്ക് എങ്ങനെ ഫോണിലെങ്ങനെ പ്ലഗ് ഇൻ ചെയ്യാന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഫോണിനായിട്ട് വേറെ സെപ്പറേറ്റ് ഒരു കേബിളുണ്ട്. പിന്നെ DSLRന് വേറെ സെപ്പറേറ്റ് ഒരു കേബിളാണ്. 2 കേബിൾ തമ്മിലുള്ള ഡിഫറൻസാണ് കാണിക്കുന്നത്. പിന്നെ നമ്മളെങ്ങനെ അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്, അസംബ്ലി എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബോക്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഐറ്റംസ്. നമ്മുടെ മൈക്ക് ഫുറി വിൻഷീൽഡ് കവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇത് നോയ്സും കാര്യങ്ങളൊക്കെ ഒന്നും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്പ് മൈക്കിൽ ഇട്ടിരിക്കുന്നത്. മൈക്കിൻ്റെ ബോഡി മെറ്റലാണ്, പ്ലാസ്റ്റിക് ഒന്നുമല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഫ്യൂരി വിൻഷീൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു പ്രൊഫഷണൽ ടൈപ്പ് തന്നെയാണ്.
ഒക്കെ ലോക്കലൊന്നുമല്ല, അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ടൈപ്പാണ്. ഇതാണ് നമ്മുടെ മൈക്ക്. നമുക്കതിൻ്റെ നമ്മളത് ക്യാമറയിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു പിന്നാണ്. ഇത് നമുക്ക് ക്യാമറക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേബിള്, ക്യാമറക്ക് നമുക്ക് കണക്ട് ചെയ്യാനുള്ള കേബിളാണിത്. വലിച്ചാലൊന്നും നീളുന്നൊരു ടൈപ്പാണ് ജസ്റ്റ്. ഇനി ഇതാണ് നമ്മുടെ ഫോണിന് കണക്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടും രണ്ട് പിന്നുകളാണ്. ഓക്കെ, നമ്മുടെ ബോയൻ്റെ പൗച്ചാണ്. ജസ്റ്റ് നമുക്കൊരു പൗച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് മൈക്കും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടില്ല. ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ബോക്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. പിന്നെ പൊതുവായിട്ട് ഇതിനോട് നമ്മൾ കമ്പയർ ചെയ്യുന്നൊരു മൈക്കാണ് റോഡിൻ്റെ ഒരു ഷോട്ട് ഗൺ മൈക്ക് ഉണ്ട്. ഇത് ഏകദേശം ഇതേ സെയിം ലുക്ക് തന്നെയാണ്. പക്ഷേ അത് പൊതുവെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം അതിൻ്റെ റേറ്റ് 5000 ആണ്. 5000 ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ബോയൻ്റെ പൊതുവെ റേറ്റ് കുറവാണ്, നമുക്ക് കംഫർട്ടായിട്ടുള്ള റേറ്റാണ് ബോയൻ്റെത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ബോയ ചൂസ് ചെയ്യാൻ കാരണം. നിങ്ങൾക്ക് അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ റോഡിൻ്റെ വാങ്ങാം. റോഡിൻ്റെ എന്താ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്താ പാടെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഐറ്റം നമ്മൾ ജസ്റ്റ് ഇൻഡോറിന് ഇതിനൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. എന്തായാലും ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തായാലും ഔട്ട്ഡോറിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുള്ളൂ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. നമ്മുടെ കനോണിൻ്റെ M50 ഇൻബിൽഡ് ആയിട്ടുള്ള മൈക്കിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ഷോട്ട് ഗൺ മൈക്ക് ഇപ്പോൾ പ്ലഗ് ഇൻ ചെയ്തിട്ടില്ല. ബോയൻ്റെ ഷോട്ട് ഗൺ മൈക്ക് പ്ലഗ് ഇൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്തിട്ട് അതിലുള്ള വോയിസ് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വോയിസ് റെക്കോർഡാവുന്നത് ഷോട്ട് ഗൺ മൈക്കിലാണ്. അപ്പോൾ ഈ നേരത്തെ കേട്ടതും ഇപ്പോൾ നമ്മൾ കേട്ട വോയിസും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, ക്ലിയർ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഫോണിൽ ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം മൈക്ക്. അപ്പോൾ ഫോണിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ക്യാമറ കൊടുത്ത കേബിളല്ല, അതിനായിട്ട് സെപ്പറേറ്റ് ഒരു കേബിളുണ്ട്. അപ്പോൾ ആ കേബിളിൽ കൊടുത്തിട്ടൊന്ന് നമുക്ക് ജസ്റ്റ് ഫോണിലൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ക്ലിയറും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഷോട്ട് ഗൺ മൈക്ക് നമ്മളിതാ ഫോണിൽ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ഡോറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഫോണിൽ പ്ലഗ് ഇൻ ചെയ്തിട്ട് എത്രത്തോളം ഇതിൻ്റെ സൗണ്ട് ക്ലിയർ ഉണ്ടോ അതോ നോയ്സ് വരണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി ഞാനൊന്ന് ജസ്റ്റ് ഇതൊന്ന് ഫോണിൽ നിന്ന് ഊരിയിട്ട് നമ്മുടെ ഫോണിൽ ഇൻബിൽഡ് ആയിട്ടുള്ള മൈക്ക് അതിൽ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ സാധാ നോർമലായിട്ടുള്ള മൈക്കിലും സംസാരിച്ച് നോക്കാം. അപ്പോൾ അതെങ്ങനെ ക്ലിയർ ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോൺ MIൻ്റെ Note 5 Proൻ്റെ മൈക്കിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ക്ലിയർ രണ്ടും തമ്മിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതുകൊണ്ട് നേരത്തെ ഫസ്റ്റത്തെ നമ്മൾ ഷോട്ട് ഗൺ മൈക്കായിരുന്നു, ഷോട്ട് ഗൺ മൈക്കായിരുന്നു. അപ്പോൾ അതിലെങ്ങനെ ക്ലിയർ ഉണ്ടായിരുന്നു, ഇതിലാണ് ക്ലിയർ ചെയ്യാതെ ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മൈക്കിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും, സൗണ്ടിൻ്റെ വേരിയേഷനും വ്യത്യാസം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.